ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദുവും നീലനും അവരെത്താറുണ്ട് ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ ഇറങ്ങിയതിന് ശേഷം ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നീലൻ ഇന്ദുവിനോട് പറയാണ്, താനിവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി റിസപ്ഷനിൽ റൂമിൻ്റെ ചാവി ചോദിച്ചിട്ട് വാങ്ങിയിട്ട് വരാം. അതുപോലെ തന്നെ ഇന്ദു അവിടെ ഇരിക്കുകയാണ്. നീലൻ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളെ വിളിക്കുകയാണ്, സർ. പക്ഷെ അയാളാണെങ്കിൽ കുറച്ചൊരു അഹങ്കാരത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നീലനെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നീലൻ വലിയ പഠിപ്പോ അറിവോ ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനാണെന്ന്. കാരണം അവൻ്റെ വേഷവിധാനം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇംഗ്ലീഷിൽ അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ നീലൻ തിരിച്ചു പറയുന്നുണ്ട്, സർ, രാമകൃഷ്ണൻ എന്നൊരു പേരിൽ ഇവിടെ എനിക്കൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ് സർ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ നോക്കുവാണ്. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയുകയാണ്, സോറി സർ, ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഒരു ബുക്കിങ്ങും നടന്നിട്ടില്ല. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കൊണ്ട് നീലനാണെങ്കിൽ മനസ്സിലായിട്ടില്ല. അവൻ പറയുന്നുണ്ട്, സോറി സർ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇന്ദു അങ്ങോട്ടേക്ക് നോക്കുവാണ്. നീലന് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം അവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അയാൾ വീണ്ടും ആവർത്തിച്ച് ഇംഗ്ലീഷിൽ തന്നെയാണ് മറുപടി പറയുന്നത്, സർ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അയാൾ വീണ്ടും ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞത് കാരണം നീലന് അതും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സർ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീലൻ ആ ഒരു വിനയത്തോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അയാളാണെങ്കിൽ നല്ല അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? സർ, എനിക്ക് മനസ്സിലാവുന്നില്ല. നീലൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദുവിനും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സർ, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലേ? അയാൾ പരിഹാസത്തോടെയാണ് നീലനോട് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ നീലനാണെങ്കിൽ അത് മനസ്സിലാക്കാനാവാതെ വീണ്ടും ചോദിക്കുകയാണ്, സർ, രാമകൃഷ്ണൻ എന്ന പേരിൽ എനിക്കിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി പറയാമോ? അദ്ദേഹം ആ ഒരു പേരിലാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നീലൻ ഇംഗ്ലീഷ് അറിയില്ല എന്ന് കേട്ടതോടെ ആ റിസപ്ഷനിസ്റ്റിന് അവനെ കളിയാക്കാൻ ഒന്നുകൂടെ ആവേശമായിരുന്നു. അയാൾ ഇംഗ്ലീഷിൽ തന്നെ നീലനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ നീലൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, സർ, തമിഴ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയുമോ? അയാളും നീലനും തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ട് തന്നെ നിൽക്കുവാണ് ഇന്ദു. അയാൾ ഏതറ്റം വരെ പോകുന്ന അവൾക്ക് അറിയണമായിരുന്നു. അയാളാണെങ്കിൽ അതിനനുസരിച്ച് നീലനോട് ദേഷ്യപ്പെട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഞാനല്ലാതെ ഇവിടെ മറ്റ് റിസപ്ഷനിസ്റ്റോ ആളുകളോ ആരും തന്നെ ഇല്ല. എനിക്ക് ഇംഗ്ലീഷിൽ മാത്രമേ നിങ്ങളോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും സാധിക്കുള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഒരു റൂമും ബുക്ക് ചെയ്തിട്ടില്ല. പ്ലീസ് അഡ്രസ് ചെയ്യാൻ സർ. പക്ഷേ ഇതൊക്കെയും അയാൾ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് കൊണ്ട് നീലനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. ഇന്ദുവിനാണെങ്കിൽ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. നീലം വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്, സർ, റൂം ഇവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ ഹോട്ടലിൻ്റെ പേരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ മറ്റൊരാൾ വരികയാണ്. അയാളും ഇംഗ്ലീഷിൽ തന്നെയാണ് ആ ഒരു റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കുന്നത്. മറ്റൊരു പേര് പറഞ്ഞിട്ട് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ റിസപ്ഷനിസ്റ്റ് വളരെ മാന്യമായിട്ടാണ് അയാളോട് സംസാരിക്കുന്നത്. അപ്പോൾ നീലൻ ഇംഗ്ലീഷ് അറിയാത്തതാണ് അയാൾ മാന്യതയില്ലാതെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. വന്നയാൾക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അയാളുടെ റൂം നമ്പർ മനസ്സിലാക്കിയതിന് ശേഷം കീ എടുത്ത് കൊടുത്തിട്ട് അയാളെ വെൽക്കം ചെയ്തുകൊണ്ടൊക്കെയാണ് റിസപ്ഷനിസ്റ്റ് സംസാരിക്കുന്നത്. നീലം വീണ്ടും അയാൾ പോയതിനു ശേഷം റിസപ്ഷനിസ്റ്റിനോട് പറയാണ്, സർ, രാമകൃഷ്ണൻ എന്ന പേരിലാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് സർ പറയുന്നത്. സർ, ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു പേരിൽ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾ എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇംഗ്ലീഷിൽ തന്നെ റിസപ്ഷനിസ്റ്റ് ദേഷ്യത്തോടെ തട്ടിക്കയറുവാണ്. അത്രയായപ്പോഴേക്കും ഇന്ദുവും ചാടി എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് അവൾ നേരെ റിസപ്ഷനിസ്റ്റിനോടാണ് സംസാരിക്കുന്നത്. അവളും ഇംഗ്ലീഷിൽ തന്നെയാണ് അയാളോട് ചൂടായിക്കൊണ്ട് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ദേഷ്യത്തോടെ പെരുമാറിയത്? ആദ്യം നിങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് പറയ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇന്ദു ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീലൻ അതിശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പക്ഷേ റിസപ്ഷനിസ്റ്റ് മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദു അതേപോലെ തന്നെ ചൂടായിക്കൊണ്ടാണ് അയാളോട് സംസാരിക്കുന്നത്. നിങ്ങളോട് മലയാളത്തിൽ ഇദ്ദേഹത്തോട് മാപ്പ് പറയാനാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ദു അത്രയും ദേഷ്യത്തോടെ സംസാരിച്ചിട്ടും റിസപ്ഷനിസ്റ്റ് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഇന്ദു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജറെ കോൾ ചെയ്ത് തരാൻ സാധിക്കുമോ? നോ മാഡം. അതെന്താ, നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ തോന്നിയതുപോലെ ഇദ്ദേഹത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഇന്ദു വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് ഇംഗ്ലീഷിൽ അയാളോട് സംസാരിക്കുന്നത്. നീലനാണെങ്കിൽ അമ്പരന്നുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ദുവിന് ഇത്രയധികം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാമോ എന്ന് കരുതിയിട്ട്. അവളാണെങ്കിൽ ദേഷ്യത്തോടെ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ? എന്തുകൊണ്ടാ ഈ ഹോട്ടലിൽ മലയാളം സംസാരിക്കുന്ന ഒരാൾ പോലും ഇല്ലേ? ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലോ മറ്റോ ആണോ? ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏർക്കാടിൽ തന്നെയല്ലേ? ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ പല രീതിയിലും പല സംസാരിക്കാനും അറിയുന്ന ഭാഷ അറിയുന്നവരും വരും. അപ്പോൾ പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് വെച്ചിട്ട് ഈ ഒരു ലൊക്കാലിറ്റിയുള്ള സംസാരം നിങ്ങൾ എന്തു തന്നെയായാലും ഇവിടെ ഒരാളെ നിർത്തേണ്ടതാണ്.
കാരണം വരുന്ന പലർക്കും പല ഭാഷകളായിരിക്കും മനസ്സിലാവുക. അപ്പോൾ എല്ലാ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ആളുകളെയും നിങ്ങളിവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അയാൾ വീണ്ടും ആവർത്തിച്ച് പറയാണ്, പ്ലീസ് മാഡം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, രാമകൃഷ്ണൻ എന്ന പേരിൽ ഇവിടെ ഒരു റൂമും ബുക്ക് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇന്ദു നീലനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീലേട്ടാ, രാമകൃഷ്ണൻ എന്ന പേരിൽ ഇവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാമോ? ഞാനിപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നീലൻ വേഗം അദ്ദേഹത്തെ കോൾ ചെയ്യാണ്. സാർ, ഞാൻ ഏർക്കാടിന് വന്നു കഴിഞ്ഞു, പക്ഷേ ഇവിടെ രാമകൃഷ്ണൻ എന്നൊരു പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. സോറി അനിയ, രാമകൃഷ്ണൻ എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു. ആ പേരിലല്ല റൂം ഉണ്ടാവുക. എൻ്റെ പേര് കലൈരാജൻ എന്നാണ്. ആ പേരിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ശരി സാർ എന്ന് പറഞ്ഞിട്ട് നീലൻ കോൾ കട്ട് ചെയ്തപ്പോഴേക്കും ഇന്ദു ആ റിസപ്ഷനിസ്റ്റിനോട് പറയാണ്, കേട്ടില്ലേ, ചെക്ക് ദ നെയിം കലൈരാജൻ. അപ്പോൾ അയാൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, യെസ് മാം, ആ ഒരു പേരിൽ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അയാൾ അവരുടെ റൂമിൻ്റെ കീ എടുത്ത് കൊടുക്കുകയാണ്. പിന്നീട് ആധാർ കാർഡിന് ചോദിക്കുകയാണ്. അതായത് ID കാർഡിന് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നീലനൊന്നും മനസ്സിലാവാതെ നിന്നപ്പോൾ ഇന്ദുവാണ് പറഞ്ഞു കൊടുക്കുന്നത്, നീലേട്ടാ, നിങ്ങളുടെ ആധാർ കാർഡ് എടുത്തു കൊടുക്കൂ. നീലൻ അത് ഇന്ദുവിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവൾ തന്നെയാണ് റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്നത്. ഇന്നാ ടേക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അയാൾ അത് കമ്പ്യൂട്ടറിൽ അടിച്ചതിന് ശേഷം ഇന്ദുവിന് കൊടുക്കുകയാണ്. സോറി മാം, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ദു അതിനൊന്നും മറുപടി പറയുന്നില്ല. അതിനുശേഷം ഇന്ദു ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ആ റിസപ്ഷനിസ്റ്റിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കാറിൽ ഞങ്ങളുടെ ലഗേജ് ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ ഹിന്ദിയിൽ സംസാരിച്ചത് കാരണം അയാൾക്കത് മനസ്സിലായില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സോറി മാഡം, എനിക്ക് നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തവണ ഇന്ദു തിരിച്ച് മലയാളത്തിലാണ് അയാളോട് സംസാരിക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? ഇതാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചാൽ ഇദ്ദേഹത്തിനും അത് മനസ്സിലാവില്ല. ഇത്തവണ ഇന്ദു തനിക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്ന് നീലന് മനസ്സിലായി. ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ നാളം കെട്ടിട്ട് തലതാഴ്ത്തി നിൽക്കുവാണ്. പക്ഷെ നീലനാണെങ്കിൽ അതിശയത്തോടെയാണ് ഇന്ദുവിനെ നോക്കുന്നത്. ഇവൾക്ക് എന്തൊക്കെ ഭാഷകളാണ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് എന്ന് കരുതിയിട്ട്. ആദ്യം ഇംഗ്ലീഷിൽ മണിമണി പോലെ സംസാരിച്ചു, ഇപ്പോൾ ഇതാ ഹിന്ദിയിൽ സംസാരിച്ച് അയാൾ തറ പറ്റിച്ചിരിക്കുന്നു. സർ, നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരാൾക്ക് അറിവില്ലാത്ത കാര്യം എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം അയാളെ വില കുറച്ച് കാണുന്നതും ആളുകൾക്ക് മുന്നിൽ വെച്ച് അയാളെ അപമാനിക്കുന്നതും അതൊന്നും വലിയൊരു അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല സർ. ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. അവൾ ആ റിസപ്ഷനിസ്റ്റിനോട് കാര്യങ്ങൾ മാന്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഇവിടെ വരുന്ന ഗസ്റ്റ് തരുന്ന പേയ്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം തരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിനോട് നിങ്ങൾ പെരുമാറേണ്ട രീതി ഇതാണോ? അപ്പോൾ അയാൾ മാന്യമായിട്ട് മറുപടി പറയാണ്, സോറി മാം, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്, ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇന്ദുവും അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. പിന്നീട് നീലേട്ടനോടൊപ്പം അവൾ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഇന്ദുവിനൊപ്പം മുറിയിലേക്ക് നടക്കുന്ന സമയത്ത് അത്രയും നീലൻ അവളെ വല്ലാത്തൊരു അഭിമാനത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇന്ദു തൻ്റെ ഭാര്യയാണെന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നീലൻ ഇങ്ങനെ പുളകം കൊള്ളുന്നുണ്ടായിരുന്നു. കാരണം അത്രയേറെ എല്ലാ കഴിവുകളും ഇണങ്ങിയ ഒരു ഭാര്യയായിട്ടാണ് നീലൻ ഇന്ദുവിനെ കുറിച്ച് തോന്നുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇന്ദു നേടിയ നേട്ടങ്ങളൊക്കെ അത്രയധികം വലുതായിരുന്നു. അങ്ങനെ മുറിയിലെത്തിയ സമയത്ത് രണ്ടുപേരോടും റിസപ്ഷനിസ്റ്റ് അകത്തേക്ക് കാണിച്ചു കൊടുക്കുകയാണ് മുറിയൊക്കെ. അതൊരു വളരെ വലിയ മനോഹരമായ മുറിയായിരുന്നു. ഇന്ദുവിനും നീലനും ഒപ്പം തന്നെ ഒരു റിസപ്ഷനിസ്റ്റിലെ ഒരു ബോയ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവന് അവരുടെ ലഗേജൊക്കെ തള്ളിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ റൂമിൻ്റെ കീ അവരെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ തിരിച്ചവിടെ നിന്നും പോകുന്നുണ്ട്. അവൻ പോയതിന് ശേഷം ഇന്ദു നീലനോട് പറയാണ്, നീലേട്ടാ, റൂം സൂപ്പറായിട്ടുണ്ട്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് അവർ നമുക്ക് റൂം ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. നീലട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവർ നല്ലൊരു ക്ലൈൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീലൻ അപ്പോഴും ഒന്നും പറയാതെ അഭിമാനത്തോടെ ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം ബെഡിൽ അരയന്നങ്ങളെ ചേർത്ത് വെച്ചത് കണ്ടപ്പോൾ അത് നോക്കിക്കൊണ്ട് ഇന്ദു നീലനോട് പറയാണ്, വാവ്, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണാടിക്ക് മുൻപിലേക്ക് പോവാണ്. പക്ഷേ നീലൻ ആ സമയത്ത് വല്ലാത്തൊരു ഒരു ഗിൽറ്റി ഫീലൊക്കെ തോന്നുവാണ്. അവൻ സങ്കടത്തോടു കൂടി തിരിഞ്ഞു നടക്കുവാണ്. ഇന്ദു കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുന്ന സമയം കൊണ്ട് നീലൻ ബാൽക്കണിയുടെ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ ഇറങ്ങുന്ന സമയത്തൊക്കെ അവൻ്റെ മനസ്സിൽ റിസപ്ഷനിസ്റ്റുമായിട്ട് സംസാരിച്ച ആ ഒരു ഭാഗങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. സർ, നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ രാമകൃഷ്ണൻ എന്ന പേരിലൊരു റൂം ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നീലൻ വല്ലാത്ത താഴ്മയോടുകൂടി അയാളോട് പറയുന്നുണ്ട്, സർ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇംഗ്ലീഷ് കേട്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആ സമയത്ത് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ആളുണ്ടെങ്കിൽ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ? സോറി, ഇവിടെ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് അയാൾ തിരിച്ച് ഇംഗ്ലീഷിൽ മറുപടി കൊടുത്തത്. താൻ അവിടെ ഇന്ദുവിന് മുൻപിൽ വെച്ചിട്ട് നാണം കെട്ടതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് നീല നിൽക്കുന്നത്. അപ്പോൾ ഇന്ദു നോക്കുന്ന സമയത്ത് നീലനെ തനിക്ക് ചുറ്റിലും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ നോക്കുമ്പോൾ അവനവിടെ ബാൽക്കണിയിൽ വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്.
ഇന്ദു നീലന്റെ അരികിലേക്ക് ബാൽക്കണിയിലേക്ക് പോയെങ്കിലും ഇന്ദു വന്നതൊന്നും അവൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവൻ മറ്റേതോ ലോകത്താണ് ഉണ്ടായിരുന്നത്. വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണെന്ന് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നീലനെ വിളിക്കുകയാണ് ഇന്ദു. നീലേട്ടാ, പെട്ടെന്ന് അവൻ ഞെട്ടിയിട്ടാണ് അവളെ നോക്കുന്നത്. എന്താ മുഖം എന്തോ മാതിരി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നീലന ഒന്നും പറയാൻ മടിച്ചിട്ട് അവളോടൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇന്ദു അത് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, അതല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വരുന്നത് വരെ ഞാനായിരുന്നു ട്രാവലിലുള്ള ബുദ്ധിമുട്ട് കാരണം വല്ലാത്തൊരു രോഗിയെ പോലെ ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ നീലേട്ടൻ നന്നായിട്ട് തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മുറിയിലേക്ക് വന്നതിന് ശേഷം നീലേട്ടൻ്റെ മുഖത്ത് എന്തോ ഒരു വല്ലാത്ത വിഷമമുള്ളതുപോലെ തോന്നുന്നു. അത് ശരിയാണെന്ന് അവൻ്റെ മുഖം പറയുന്നുണ്ടായിരുന്നു. കാരണം അവൻ ആകെ ഡള്ളായിട്ടാണുള്ളത്. അതെന്താ കാരണം എന്ന് നീലേട്ടൻ എന്നോട് പറഞ്ഞൂടെ? അവൾ വീണ്ടും ചോദിക്കുകയാണ്. പ്ലീസ് നീലേട്ടാ, അവൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത സമയത്ത് നീലൻ വിഷമത്തോടെ പറയാണ്, താഴെ വെച്ച് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആൾ സംസാരിച്ചത് ഇംഗ്ലീഷ് എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഓ, അതാണ് കാര്യം. അപ്പം എന്തോരം മനസ്സിലായി. അത്രയും വലിയൊരു കാര്യമൊന്നും ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ പേരിൽ ഇവിടെ റൂമില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ അതയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളമുള്ള ഇംഗ്ലീഷ് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്ദു ഉള്ളത് കൊണ്ടാണ് തൽക്കാലം ഞാൻ അവിടെ അത് ഒഴിവാക്കിയിട്ട് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഇന്ദു വരാതിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അതെല്ലാറ്റിലും ഉപരി ഇന്ദുവിനെയും ഞാൻ ഇപ്പോൾ തൻ്റെ മനസ്സിലും തോന്നുന്നുണ്ടാവില്ലേ, ഇത്രയും ചെറിയൊരു വാക്ക് പോലും ഇവന് മനസ്സിലാവുന്നില്ലേ? അത്രയും താഴ്ന്നൊരവസ്ഥയിലായിരിക്കില്ല ഇപ്പോൾ തൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം ഉണ്ടാവുക. നീലേട്ടാ, എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീലേട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവനും സങ്കടത്തോടെ പറയാണ്, അതല്ല ഇന്ദു, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണമെന്ന് കരുതിയിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല ഇന്ദു, കുട്ടിക്കാലം തൊട്ടേ ഞാനും ഇംഗ്ലീഷും തമ്മിൽ വല്ലാത്തൊരു ഡിസ്റ്റൻസാണ്. പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ എത്രത്തോളം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാലും എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നേ ഇല്ല. നീലം വല്ലാത്ത സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദുവിന് ചിരി വരുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലുള്ള മുഴുവൻ സ്പെല്ലിങ്ങുകൾ പോലും ശരിക്കും എഴുതാൻ അറിയില്ല. അത് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കുന്നത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് പോലും നിർത്തിയത്. നീല നിഷ്കളങ്കായിട്ടാണ് പറയുന്നതെങ്കിലും ഇന്ദു ചിരിച്ചുകൊണ്ടാണ് കേട്ട് നിൽക്കുന്നത്. അന്ന് ഞാൻ ഭയന്നത് ഇന്ന് വരെ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഓ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു സാർ ഇങ്ങനെ മുഖവും സങ്കടപ്പെടുത്തി ഇവിടെ വന്ന് നിൽക്കുന്നത്? നീലേട്ടാ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോളൂ. ഈ മലയാളം എന്ന ഭാഷ നമുക്ക് എങ്ങനെയാണോ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ വെറും ഒരു ലാംഗ്വേജ് മാത്രമാണ് ഇംഗ്ലീഷും. ഈ ലോകത്തിൽ ഇതുപോലെ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. എന്തിന്, നമ്മുടെ ഈ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അറിയുമോ? അപ്പോൾ നീലൻ അറിയാവുന്ന മട്ടിൽ തലയാട്ടമാണ്. അപ്പോൾ ഇന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യം അടുത്തയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള വെറുമൊരു ഭാഷാമധ്യം മാത്രമാണ് ലാംഗ്വേജ്. അല്ലാതെ അത് മാത്രമാണ് ജീവിതം എന്നൊന്നും കരുതരുത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ലാംഗ്വേജ് ഒരിക്കലും ഒരു തടസ്സമല്ല. നിങ്ങൾക്കിപ്പോൾ പാചകം നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെക്കാളും നന്നായിട്ട് നിങ്ങൾ പാചകം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാൾക്ക് കിട്ടാത്ത അവസരം പാചകത്തിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ അയാൾക്ക് നീലേട്ടനേക്കാൾ കുറച്ചുകൂടി പരിജ്ഞാനമുണ്ട്. കാരണം അയാളുടെ ജോലി അതാണ്. അത് നീലേട്ടൻ അറിയില്ല എന്ന് വിചാരിച്ച് നീലേട്ടൻ ഒന്ന് വിഷമിച്ചാൽ മതി. അല്ലാതെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് കരുതി ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിനു വേണ്ടിയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരുപാട് ഭാഷകളുണ്ട്. ആ ഭാഷകളൊക്കെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടോ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നീല വിഷമത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ ഇന്ദു എന്നെ കളിയാക്കിക്കൊണ്ട് ചിന്തിക്കൊന്നുമില്ലല്ലോ അല്ലേ? സത്യമായിട്ടും ഇല്ല നീലേട്ടാ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് നാട്ടിൽ നിന്നും ഇവിടേക്ക് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഈ ഒരു സ്ഥലത്ത് അവനായിരുന്നു എല്ലാ ഭാഷകളും പഠിക്കേണ്ടിയിരുന്നത്, അല്ലാതെ നീലേട്ടനല്ല. ഇനി അതൊന്നും നോക്കേണ്ട. അവസാനം ഞാൻ പറഞ്ഞ ഹിന്ദി അയാൾക്ക് മനസ്സിലായോ എന്ന് കരുതി അയാൾ ഇതേപോലെ നാണക്കേടോടുകൂടിയാണോ നിന്നത്? അതല്ലെങ്കിൽ ഞാൻ അയാളെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചോ? വെറുതെ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കല്ലേ നീലേട്ടാ. സത്യമായിട്ടും ഒന്നും തെറ്റില്ലേ? ഇല്ല നീലേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീലേട്ട നിഷ്കളങ്കമായിട്ട് അയാളോട് സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് നേരം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ അവസാനമായപ്പോഴേക്കും അയാൾ നീലേട്ടനോട് വളരെ റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വന്നത്.
ശരി, അതവിടെ നിൽക്കട്ടെ. താനെങ്ങനെ ഇന്ദു ഇത്ര വൃത്തിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? വായിലിട്ടാ കടിച്ചു പൊട്ടിക്കുന്നത് പോലെയാണല്ലോ താൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. താൻ എങ്ങനെ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇന്ദു പറയാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നീലേട്ടന് ഇംഗ്ലീഷ് എത്രത്തോളം ഇഷ്ടമല്ലയോ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. അത് കേട്ടപ്പോൾ നീലൻ അതിശയം തോന്നുവാണ്. അവൻ അമ്പരന്നുകൊണ്ടാണ് അവളെ നോക്കുന്നത്. എല്ലാ പരീക്ഷയിലും എനിക്ക് ഇംഗ്ലീഷിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. താൻ ഭയങ്കര ബുദ്ധിശാലിയാണ് ഇന്ദു. നീലേട്ടാ, ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് ലാംഗ്വേജ് എന്ന് അറിയാമെന്ന് കരുതി. അപ്പോൾ അവൻ തന്നെ ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. അറിവാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇന്ദു ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, താനെങ്ങനെയാ അപ്പം ഹിന്ദിയും സംസാരിച്ചത്? ഓ അതോ, എൻ്റെ കൂടെ ഒരു ഹിന്ദിക്കാരി പെണ്ണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവളോട് വല്ലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹിന്ദിയിൽ സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങളും അറിവുകളും തൻ്റെ ഉള്ളിലുണ്ടല്ലേ? നീലൻ അവളെ നോക്കിക്കൊണ്ട് പറയാണ്. ഇപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നത്. അത് കേട്ടപ്പോൾ ഇന്ദു ചിരിച്ചുകൊണ്ട് പറയാണ്, മതി മതി, പുകഴ്ത്തൽ പുരാണം നമുക്ക് തൽക്കാലം നിർത്താം. നമുക്ക് റെഡിയായിട്ട് പോവാം. ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറുവാണ്. രണ്ടുപേരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നടന്നുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീലം പറയുന്നുണ്ട്, ഇന്ദു നന്നായിട്ട് തണുക്കുന്നുണ്ടല്ലേ? ഞാൻ ഇത്രത്തോളം തണുപ്പുണ്ടാവുമെന്ന് കരുതിയതല്ല. അതെ, ശരിയാണ്, നന്നായിട്ട് തണുക്കുന്നുണ്ട്. ഇന്ദുവും പറയാണ്, എന്നെക്കൊണ്ട് തന്നെ സാധിക്കുന്നില്ല, കൈകാലൊക്കെ വെട്ടി വിറക്കുകയാണ്. നീലൻ ഇങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തന്നെ സഹിക്കാനാവുന്നില്ല. താനെങ്ങനെ ഇന്ദു സഹിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അത്രത്തോളം തണുപ്പുള്ളതായിട്ട് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് വെയിലാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ നീലൻ പറയുന്നുണ്ട്, അതും ശരിയാണ്, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു കുളിരുള്ള സമയത്ത് താൻ നന്നായിട്ട് ഉറങ്ങുന്നത്. തനിക്ക് തണുക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് എ സി ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ തനിക്ക് പുതപ്പ് വെച്ച് തരുമായിരുന്നു. പക്ഷേ താനത് തള്ളി മാറ്റാറാണ് പതിവ്. പക്ഷേ നീലിന് തണുപ്പ് തീരെ സഹിക്കാനാവുന്നില്ല. എന്നെക്കൊണ്ട് ഇത് തന്നെ സഹിക്കാനാവുന്നില്ല. താനെങ്ങനെ എന്തോ ഇത്ര കൂളായിട്ട് ഈ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അല്ല നീലേട്ടാ, നീലേട്ടന് തണുപ്പ് സഹിക്കാനാവില്ല എന്ന് നീലേട്ടന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഇത്രയും തണുപ്പുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് എന്തിനാ ഇങ്ങനെ മുണ്ടെടുത്തിട്ട് നടക്കുന്നത്? പെട്ടെന്ന് ഇന്ദു അങ്ങനെ ചോദിച്ചപ്പോൾ നീലനൊന്ന് സ്റ്റെക്കായി പോവാണ്. ഇന്ദു ആണെങ്കിൽ അതും പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എന്നിട്ട് ഓടിയിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, അത് ഇന്ദു, ഞാൻ മുണ്ടെടുത്തിട്ടാണ് ശീലിച്ചു പോയത്. പെട്ടെന്ന് എനിക്ക് ആ ശീലം മാറ്റാൻ പറ്റുന്നില്ല. ശരി, നല്ല കാര്യം എന്താണെങ്കിലും അത് നമ്മൾ മാറ്റിയിട്ട് ശീലിക്കണം. ശരി, ഉത്തരവ്, ഇനി ഞാൻ അനുസരിച്ചോളാം. നീലം പറയുന്നത് കേട്ടപ്പോൾ ഇന്ദുവിനും ചിരി വരികയാണ്. രണ്ടുപേരും തണുത്ത് വിറച്ചുകൊണ്ടാണ് അതിൽ കൂടെ നടക്കുന്നത്. തണുത്ത് വിറച്ചുകൊണ്ട് രണ്ടുപേരും വന്നിരിക്കുന്നത് നീലന് പാചകം ചെയ്യാനുള്ള ആ ഒരു സ്ഥലം നോക്കിക്കൊണ്ടാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അടുക്കളയായിരുന്നു, അതും വളരെയധികം വിശാലമായിട്ടുള്ളൊരു അടുക്കള. അപ്പോൾ ഇന്ദുവിന് നീലം കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യേണ്ടത്. അവരവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നിട്ടൊക്കെ നോക്കുകയാണ്, അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന്. കാരണം അവർക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഫ്രിഡ്ജൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നോക്കിയിട്ട് അവർ രണ്ടുപേരും കൺഫേം ചെയ്യാണ്, ഒരു 150 പേർക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും, അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇന്ദുവും സമ്മതിക്കുകയാണ്. അപ്പോഴേക്കും നീലൻ്റെ ഫോണിലേക്ക് അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളിവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ട്. സാർ, ഞങ്ങളിവിടെ താഴെയുണ്ട്. എങ്കിൽ നിങ്ങൾ മുകളിലേക്ക് വാ. കോൾ കട്ട് ചെയ്തിട്ട് രണ്ടുപേരും മുകളിലേക്ക് പോവാണ്. രണ്ടുപേരും അവിടെ ടെറസിലെത്തിയ സമയത്ത് അവിടെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ നീലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങളാണ് ഇവിടെ പാചകം ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. നിങ്ങളായിരുന്നു അത്, നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.